ആലപ്പുഴ ജില്ലയിലെ മണ്ടാനമാണ് എൻ്റെ സ്വദേശം. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ തന്നെ എൻ്റെ ഒരു വീട് വെക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ പ്രവാസിയായിരുന്ന കാലം മുതലേ എനിക്കൊരു ഡബിൾ ഹൈറ്റിനോടും ഒരു അറേബ്യൻ ടച്ചിനോടും വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് വീടിൻ്റെ പണി ആരംഭിക്കുന്നത്. ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റി. പിന്നെ ലാൻഡ്സ്കേപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും കുറച്ച് ഗ്രീനിഷ് ആയിട്ടൊക്കെ വേണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതും ഏകദേശം ഫില്ലായി. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഷൂവും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസോർഡർ ആയിട്ടായിരിക്കും. കുഞ്ഞുങ്ങൾ എപ്പോഴും പറഞ്ഞാൽ കേൾക്കണം എന്നില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ പ്രത്യേകം സന്ദീപിനോട് പറഞ്ഞിരുന്നു. എന്തായാലും വലിയ ഒരുപാട് സ്പേസോടുകൂടി തന്നെ ഞങ്ങൾക്ക് ആ ഷൂ റാക്കും പിന്നെ ഒരു സീറ്റിംഗ് ഒക്കെ ആയിട്ട് അത് ചെയ്തതാണ്. വീട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ഡബിൾ ഹൈറ്റ് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ നേരെ ലിവിങ് നമ്മളൊരു ഗോൾഡൻ ഒരു അറേബ്യൻ തീമിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനിങ്ങും കൂടാതെ വാഷ് ഏരിയയിൽ ഒരുപാട് സ്പേസ് കളയാത്ത രീതിയിൽ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ തന്നെ മൊറോക്കൻ ടൈലിൽ വളരെ ഭംഗിയായിട്ട് തന്നെ മെഷീൻ അത് കൈകാര്യം ചെയ്തു. പിന്നെ ആണെങ്കിൽ കിച്ചണിലേക്ക് വരുമ്പോഴാണെങ്കിലും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫ്രിഡ്ജിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ. പിന്നെ ആണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ഡിസ്പ്ലേ വരുന്ന സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വെക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല പ്രോഡക്ട്സ് തന്നെ വാങ്ങി അറേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രെൻഡി ആയിട്ടുള്ളത് തന്നെയൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയയും ഞാൻ പറഞ്ഞിരുന്നു. വീട് വെച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു വർക്ക് ഏരിയയും കൂടി വേണമെന്ന്. എന്തായാലും അതും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി. ഡൈനിങ്ങിന്റെ കൂടെ തന്നെ നമ്മൾ പാഷോ ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിലൊക്കെ കുറച്ച് ചായ കുടിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്രകൃതി ആയിട്ട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പാഷോ ചെയ്തിരിക്കുന്നത്. പിന്നെ വർക്ക് ഏരിയയുടെ കൂടെ തന്നെ ക്ലോത്ത് വാഷ് ചെയ്യാനുള്ള ഏരിയയും അയൺ ചെയ്യാനുള്ള ഏരിയയും ഇട്ടിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ കേസിന്റെ കീഴ്ഭാഗത്ത് സ്പേസ് നഷ്ടപ്പെടുത്താതെ കുട്ടികളുടെ ബാഗ് വെക്കാനായിട്ടൊരു സംവിധാനം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ ചെയ്തപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു എലമെന്റ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഷിനോട്. അപ്പൊ അവർ ആ ഒരു തീമിൽ തന്നെയാണ് നമുക്ക് അത് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും ഒരു ഗസ്റ്റ് റൂമുമാണ് വന്നിരിക്കുന്നത്. ആ ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട്. നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയും. ഗസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെയും പരമാവധി സ്റ്റോറേജ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിൽ അറേബ്യൻ ടച്ച് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു മജ്ലിസ് കൂടെ പറഞ്ഞിരുന്നു. അപ്പൊ അതും കറക്റ്റ് ഒരു അറേബ്യൻ ടച്ചിൽ തന്നെ മജ്ലിസും അറേഞ്ച് ചെയ്തു. എനിക്ക് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം വിഷൻ ഇന്റീരിയേഴ്സിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാക്സിമം അവർ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഓരോ മുക്കും മൂലയും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവർ അത് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ജീവിതത്തിലേക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വര വെച്ച് കിടക്കണമെന്ന്. അള്ളാഹു അത് നിറവേറ്റി തന്ന് അള്ളാഹു 101 വട്ടം സ്തുതിക്കുന്നു. നമ്മുടെ മനസ്സിന് അതേപോലത്തെ ഒരു വീടൊത്ത് അള്ളാഹു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം തന്ന് എല്ലാവരും അധികം നാളെ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിയാനും അള്ളാഹു വിധി കൂട്ടണം.